പരിശുദ്ധയാത്മാവേ, പരിശുദ്ധയാത്മാവേ, അളവില്ലാതെന്നിൽ നിറയണമേ. പരിശുദ്ധയാത്മാവേ, പരിശുദ്ധയാത്മാവേ, അളവില്ലാതെന്നിൽ നിറയണമേ. അത് മുട്ടോളം പോരായേ, അത് അരയോളം പോരായേ, അത് മുട്ടോളം പോരായേ, അത് അരയോളം പോരായേ. നീന്തിട്ടല്ലാതെ കിടപ്പാനാവരുതേ, നീന്തിട്ടല്ലാതെ കിടപ്പാനാവരുതേ. പരിശുദ്ധയാത്മാവേ, പരിശുദ്ധയാത്മാവേ, അളവില്ലാതെന്നിൽ നിറയണമേ. പരിശുദ്ധയാത്മാവേ, പരിശുദ്ധയാത്മാവേ, അധികമായെന്നിൽ നിറയണമേ. പരിശുദ്ധയാത്മാവേ, പരിശുദ്ധയാത്മാവേ, അളവില്ലാതെന്നിൽ നിറയണമേ. പരിശുദ്ധയാത്മാവേ, പരിശുദ്ധയാത്മാവേ, അധികമായെന്നിൽ നിറയണമേ. പരിശുദ്ധയാത്മാവേ, പരിശുദ്ധയാത്മാവേ, അധികമെന്നിൽ നിറയണമേ. പരിശുദ്ധയാത്മാവേ, പരിശുദ്ധയാത്മാവേ, അധികമായെന്നിൽ നിറയണമേ. അധികമായെന്നിൽ നിറയണമേ. അധികമായെന്നിൽ നിറയണമേ. അധികമായെന്നിൽ നിറയണമേ. ഈ രാത്രിയിൽ ഏവർക്കും സ്നേഹവന്ദനം. ആമേൻ. യേശു കർത്താവ് ആമേൻ നമുക്ക് വാഗ്ദത്തം ചെയ്തതാണ് ആമേൻ പരിശുദ്ധാത്മാവ്. ആമേൻ. ഈ രാത്രി പരിശുദ്ധാത്മാവെ ഞങ്ങളിൽ വന്ന് നിറയണമേ എന്നുള്ള ഒരു വലിയ പ്രാർത്ഥന നമ്മൾ ഉണ്ടായിരിക്കട്ടെ. ആമേൻ. പരിശുദ്ധാത്മാവെ എന്നിൽ അധികമായി അങ്ങ് വരണമേ, അങ്ങ് നിറയണമേ, അങ്ങയുടെ ആ വലിയ സാന്നിധ്യം ഞങ്ങളിൽ പകരണമേ എന്ന് നമുക്ക് ആത്മാർത്ഥമായി ദൈവത്തോട് പ്രാർത്ഥിക്കാം. ആമേൻ. യോഹന്നാന്റെ സുവിശേഷം 7-ാമത്തെ അധ്യായം 37-ാം വാക്യം ഇങ്ങനെ പറയുന്നു: ഉത്സവത്തിൻ്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ യേശു നിന്നുകൊണ്ട് ദാഹിക്കുന്നവനെല്ലാം എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിൻ്റെ നദികൾ ഒഴുകും. അവൻ ഇത് തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിക്കുവാനുള്ള ആത്മാവിനെ കുറിച്ച് ആകുന്നു പറഞ്ഞത്. ആമേൻ. ആമേൻ. യഹൂദന്മാരുടെ കൂടാര പെരുന്നാളിൽ 7 ദിവസം നീണ്ടു നിൽക്കുന്ന ദീർഘമായ പെരുന്നാളിൻ്റെ ഒടുക്കത്തെ ദിവസമായ ആ മഹാദിനം, ഒടുക്കത്തെ ദിവസത്തെ മഹാദിനം എന്ന് അറിയപ്പെടുന്നു. ആ മഹാദിനത്തിൽ യേശു ജനക്കൂട്ടത്തിൻ്റെ മധ്യത്തിൽ നിന്നുകൊണ്ട് വിളിച്ചു പറയുകയാണ്: ദാഹിക്കുന്നവനെല്ലാം എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. ഈ പെരുന്നാളിന് അവിടെ വന്നവരെല്ലാം അവൻ ദൈവത്തെ തേടിയും ദൈവം ചെയ്ത നന്മകളോർത്ത് ദൈവത്തിന് നന്ദി പറയുവാനൊക്കെ വന്നവരാണ്. പക്ഷേ അവർക്ക് വ്യക്തതയില്ലാതെ അവർ അത് കാര്യങ്ങൾ ചെയ്യുമ്പോൾ യേശു പറഞ്ഞു: അവൻ നിങ്ങൾ ദൈവത്തിനായി കൊതിക്കുന്നവരെങ്കിൽ, ദാഹിക്കുന്നവരെങ്കിൽ അവൻ നിങ്ങൾ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. അഥവാ എൻ്റെ അടുക്കൽ വന്ന് ഞാൻ പറഞ്ഞ വാക്കുകൾ വിശ്വസിക്കട്ടെ എന്നർത്ഥമാക്കി യേശു വിളിച്ചു പറഞ്ഞു: എൻ്റെ അടുക്കൽ വരട്ടെ എന്ന്. ഈ രാത്രി സമയം ഞാൻ നിങ്ങളോട് പറയുന്ന ഒരു സദ്വർത്തമാനം, നിങ്ങൾ ഒരുപക്ഷെ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാകാം. ആമേൻ. ഇല്ല, ഇതുവരെയും കർത്താവിനെ വിശ്വസിച്ചിട്ടില്ലെങ്കിൽ ആമേൻ, നിങ്ങളുടെ ഹൃദയത്തിനകത്തൊരു വലിയ ദാഹം ഉണ്ടാകട്ടെ യേശുവിൻ്റെ അടുക്കിലേക്കൊന്ന് വരുവാൻ. അങ്ങനെ കർത്താവിൻ്റെ അടുക്കിലേക്ക് വിശ്വാസത്താൽ കടന്നു വരുമ്പോൾ യേശു പറയുകയാണ്: എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന്
തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിൻ്റെ നദികൾ ഒഴുകും. ആമേൻ. യേശുവിൻ്റെ അടുക്കലേക്ക് വന്ന് അവനെ വിശ്വസിച്ച് അവനെ കൈക്കൊള്ളുമ്പോൾ ആമേൻ, വിശ്വസിക്കുന്നവരുടെ ഉള്ളിൽ നിന്ന് അവരുടെ ആത്മാവിൽ ആമേൻ ഒരു ജീവന്റെ ഉറവ തുറക്കപ്പെടുകയാണ്. ആ ജീവന്റെ ഉറവ ഒരു നദിയായി ഒഴുകുകയാണ്. ഒരു നദിയല്ല, ആമേൻ, നദികൾ ഒഴുകുമെന്നാണ് ദൈവത്തിന്റെ വചനത്തിൽ പറയുന്നത്. അങ്ങനെയെങ്കിൽ ആമേൻ, നമ്മുടെ ഉള്ളിലുള്ള ആമേൻ മരണകരമായ അനുഭവങ്ങളെ മാറ്റി ഇന്ന് രാത്രി ആമേൻ കർത്താവിൽ വിശ്വസിക്കുന്നവരുടെ ആത്മാവിൽ നിന്ന് ആമേൻ ജീവജലത്തിന്റെ നദികൾ ഒഴുകും. സ്തോത്രം. അത് യേശു പറഞ്ഞത് ആമേൻ തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിക്കുവാനുള്ള ആത്മാവിനെ കുറിച്ചാകുന്നു പറഞ്ഞത്. ആമേൻ. യേശു പറയുകയാണ്, ഇത് യേശുവിൽ ആമേൻ വിശ്വസിക്കുന്നവർക്ക് ലഭിക്കുവാനുള്ള ആത്മാവ്, പരിശുദ്ധ ആത്മാവ്, ആത്മാവിനെ കുറിച്ചാണ് യേശു പറഞ്ഞത്. ഈ രാത്രി സമയം ആമേൻ നമുക്ക് കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ, നാം അവനിൽ നിറയുമ്പോൾ നാം ആത്മാവിൽ നിറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. നാം അവനിൽ വളരുമ്പോൾ നാം ആത്മാവിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ്. ആമേൻ. അങ്ങനെയെങ്കിൽ ഈ രാത്രി നമ്മെ ആമേൻ പരിശുദ്ധ ആത്മാവ് നമ്മുടെ ഉള്ളിൽ വസിച്ച് ആമേൻ യേശുവിൻ്റെ കൽപ്പന അനുസരിക്കുവാൻ, യേശുവിൻ്റെ പാതയെ നടക്കുവാൻ, യേശുവിൻ്റെ വചനത്തെ അനുസരിക്കുവാൻ അവൻ നമ്മൾ നിറയുമ്പോൾ അവൻ നമ്മെ ആമേൻ അതിനായി നടത്തും. ആമേൻ. നമ്മുടെ സ്വയബലം കൊണ്ടല്ല, നമ്മുടെ സ്വന്തം കഴിവുകൾ കൊണ്ടല്ല, മറിച്ച് ആത്മാവ് നിറഞ്ഞവരായാൽ ആമേൻ നമ്മുടെ ഉള്ളിൽ ആമേൻ ദൈവത്തിൻ്റെ ആലോചനയാൽ നാം നടത്തപ്പെടും. ദൈവത്തിൻ്റെ ആ സഹായത്താൽ നാം മുമ്പോട്ട് പോകും. അങ്ങനെയുള്ളവരുടെ ഹൃദയത്തിൽ നിന്ന് ആമേൻ, അങ്ങനെയുള്ള ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിൻ്റെ നദികൾ ഒഴുകും. ആമേൻ. നമുക്ക് അറിയാം, ആമേൻ, കർത്താവിൻ്റെ അടുക്കൽ വരുന്നവൻ ഒരു നാളും അവൻ നശിച്ചു പോകത്തില്ല. അവൻ്റെ മേൽ മരണത്തിന് കർത്തൃത്വമില്ല. അവനിൽ നിന്ന് ജീവൻ്റെ നദി പുറപ്പെടും. അങ്ങനെയെങ്കിൽ ഈ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുവാൻ എന്ത് ചെയ്യണം? കർത്താവിനെ ആഴമായി വിശ്വസിക്കണം, അവൻ്റെ വാക്കുകളെ വിശ്വസിക്കണം, കർത്താവിനെ ഹൃദയത്തിൽ സ്വീകരിക്കണം. അങ്ങനെ അവൻ്റെ വചനത്തിൽ നാം മുന്നോട്ട് പോകുമ്പോൾ നാം ആത്മാവിൽ അനുദിനവും അവൻ വളർന്നു വരുവാനിടയാകും, ആത്മാവിൽ നിറഞ്ഞു വരുവാനിടയാകും. അതുകൊണ്ട് ഈ പകൽ ആ ആത്മനിറവനായി കൊതിക്കുന്നവർ, ഈ പകൽ ആ ആത്മനിറവനായി കൊതിക്കുന്നവർ അവങ്കിലേക്ക് വരുവാൻ ആഹ്വാനം ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ജീവജലത്തിൻ്റെ നദി ഒഴുകും. ആമേൻ. നിങ്ങളുടെ ആമേൻ സ്തോത്രം ചിന്തകളെ ജയിക്കുന്ന ഒരു ജീവജല നദി, നിങ്ങളുടെ നിരാശകളെ കവിഞ്ഞൊഴുകുന്ന ഒരു ജീവജലത്തിൻ്റെ നദി, ആമേൻ, നിങ്ങളുടെ രോഗശക്തികളെ ആമേൻ കവിഞ്ഞൊഴുകുന്ന ഒരു ജീവജല നദി നിങ്ങളിൽ നിന്ന് പുറപ്പെടും. ആമേൻ. നിങ്ങളുടെ ദാരിദ്ര്യത്തെ ആമേൻ കവിയുന്ന ഒരു ജീവജല നദി നിങ്ങളിൽ നിന്ന് പുറപ്പെടും. ആമേൻ. ആരോഗ്യത്തിൻ്റെ ഒരു ജീവജല നദി നിങ്ങളിൽ നിന്ന് പുറപ്പെടും. ആമേൻ. ഇത് സമാധാനത്തിൻ്റെ ഒരു ജീവജല നദി നിങ്ങളിൽ നിന്ന് പുറപ്പെടും. അങ്ങനെയെങ്കിൽ ആമേൻ നിങ്ങളുടെ സന്തോഷത്തിലേക്ക് നയിക്കുന്ന ജീവന്റെ നദി നിങ്ങളിൽ നിന്ന് പുറപ്പെടും. അങ്ങനെയാണെങ്കിൽ പരിശുദ്ധാത്മാവിനോട് നമുക്ക് പറയാം, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ വന്ന് നിറയണമേ, അളവില്ലാതെ ഞങ്ങളിൽ വന്ന് നിറയണമേ, പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ വന്ന് നിറയണമേ എന്ന് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ, ആമേൻ, ഈ രാത്രി ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ പരിശുദ്ധ നാമം ഉയരട്ടെ, രാജാതി രാജാവിൻ്റെ നാമം ഉയരട്ടെ, യേശുവിൻ്റെ നാമം ഉയരട്ടെ. ആമേൻ. ഒരു ആത്മനിറവിനായി ഞങ്ങൾ കുതിക്കുന്ന കർത്താവേ, അത് മുട്ടോളമല്ല ആമേൻ, ഞങ്ങൾക്ക് നീന്തിയിട്ട് അല്ലാതെ കിടക്കാൻ കഴിയാത്ത ഒരു ആത്മനദി ഞങ്ങളിൽ നിന്ന് തുറക്കണമേ, ജീവജല നദി ഞങ്ങളിൽ തുറക്കണമേ. ഇന്ന് ആമേൻ രാത്രി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഒരു ജീവജല നദിക്കായി ഞങ്ങൾ കൊതിക്കുകയാണ്. പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ നിറയണമേ, പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ അധികമായി വരണമേ, പരിശുദ്ധാത്മാവേ, ഞങ്ങളെ നടത്തണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ അത്ഭുതകരം ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളുടെ മേൽ ഉണ്ടാകട്ടെ. സൗഖ്യങ്ങൾ നടക്കട്ടെ, യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യങ്ങൾ നടക്കട്ടെ. ജീവന്റെ ഉറവ ഓരോ വ്യക്തികളിൽ നിന്നും പൊട്ടിപ്പുറപ്പെടട്ടെ. ആമേൻ. അധമമായിരിക്കുന്ന അനുഭവത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരുന്നതിനായി സ്തോത്രം, രോഗബന്ധനങ്ങൾ അഴിക്കുന്നതിനായിട്ട് സ്തോത്രം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ആമേൻ അത്ഭുതകരമായ നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കേൾക്കണമേ ഞങ്ങളുടെ സ്വർഗസ്ഥനായ നല്ല പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ.